എല്ലാവർക്കും ശിങ്കാൻമയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ട്ടാ. അപ്പോൾ ഇന്ന് നമ്മളുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നുള്ളത്. അപ്പോൾ ചിക്കനൊക്കെ എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടാവും. പക്ഷെ വെജിറ്റബിൾസ് കഴിക്കാനായിരിക്കില്ല പലർക്കും മടി, പ്രത്യേകിച്ച് കുട്ടികൾക്കാണെങ്കിൽ. അപ്പോൾ ഈ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ചിട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ സൂപ്പ് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇതിന്റെ സൂപ്പായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അവർ അത് നന്നായിട്ട് തന്നെ കുടിച്ചോളും. അപ്പോൾ അവർക്ക് ഒരു മടി ഉണ്ടാവില്ല. അപ്പോൾ ഈ റെസിപ്പി വളരെ സിമ്പിളായിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ ദേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് നോക്കാട്ടോ. അപ്പോൾ ആദ്യം ദേ ചിക്കൻ അത് നന്നായിട്ട് തന്നെ നമ്മൾ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് കേട്ടോ അധികമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 200-250 ഗ്രാം വരും. അതുപോലെ തന്നെ ദേ സ്പ്രിംഗ് ഒനിയൻ ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാട്ടോ. പിന്നെ ദേ ഇതിലേക്ക് കോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ കോണൊക്കെ ആണെങ്കിൽ വളരെയധികം ഫൈബർ കണ്ടന്റ് ഉള്ള ഒരു ഇതാണ് കേട്ടോ. പിന്നെ അതേ ക്യാരറ്റൊക്കെ ആണെങ്കിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേ ബ്രൊക്കോളി അതിലും വൈറ്റമിൻ സിയും എയും ഒക്കെ ഉള്ളൊരു വളരെ പ്രോട്ടീനൊക്കെ ഉള്ള ഒരു കണ്ടന്റാണ് കേട്ടോ ഇതൊക്കെ. ഇനി നമുക്കൊരു കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ഇതിലേക്ക് കിടന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇപ്പോൾ അതേ നോക്കുമ്പോൾ അറിയാം നമുക്ക് അടിയൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കും. അതൊന്നും ഒരു കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയിട്ട്. പിന്നെ അതേ ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ചൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കളറൊക്കെ ഒന്ന് മാറി ഇതേ ഒരു പരുവത്തിലല്ലാതായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ അതേ നമ്മൾ വെച്ചിട്ടുള്ള കോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോൺ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ പച്ചക്കറികളും ഓരോ ഭാഗമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ബ്രൊക്കോളിയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ആ ചിക്കനിലും ഒക്കെ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഇഞ്ചി ഇതേപോലെ ഒന്ന് നീളത്തിലരിഞ്ഞത്. അപ്പോൾ വളരെ കുറച്ച് എടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി അതും വളരെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്. അപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അല്ലെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടിയുടെ ഒരു കുത്ത് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുരുമുളക്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കുരുമുളകിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള വെള്ളം ഒരു 3 കപ്പ് ഞാൻ ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇനി ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 3-4-5 വിസിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചക്കറിയും ചിക്കനൊക്കെ ഇതിൽ കിടന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള ചിക്കൻ മാത്രം ഉണ്ടല്ലോ അതെടുത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ്റെ പീസുകൾ നമ്മൾ ഇനി ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഒരു ഫോർക്ക് കൊണ്ട് അതിനൊന്ന് നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഉണ്ടല്ലോ അത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഉണ്ടല്ലോ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ച് നമുക്കിതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് ഇവിടെ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്കാണ് ഈ കോൺഫ്ലോർ നമ്മൾ വെള്ളത്തിൽ കലക്കിയത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പിന് നല്ലൊരു കൊഴുപ്പും അതേപോലെ തന്നെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഒരു 1/2 കപ്പ് ഹോട്ട് വാട്ടറും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് പാകത്തിനാണെന്നൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പരുവത്തിൽ തിളയൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരണ വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക.
അതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഇതേ കുരുമുളക് ഇപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ഇട്ടിട്ടുള്ളൂ, ഇപ്പോൾ ഇതേ കുറച്ചും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ലാസ്റ്റ് ഇതിലേക്ക് ഇതേ കുറച്ച് മല്ലിയില ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. മാത്രമല്ല ഇതിൽ കുറേ പച്ചക്കറികളും, ചിക്കൻ മാത്രമല്ല നമുക്കറിയാം കുറേ പച്ചക്കറികളും നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്തിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു സൂപ്പ് ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.